അന്നമ്മ എന്തിനാ എന്നെ തടഞ്ഞത്? എന്റെ ലീനയെ കൊന്നവരെ അന്നേ അങ്ങ് തീർക്കുമായിരുന്നല്ലോ. കല്ലറക്കിടന്ന് ലീന ചോദിക്കും പോലെ തോന്നി, അവളെ കൊന്നയാളെ വെറുതെ വിടുവാണോന്ന്. നിന്റെ ലീനയ്ക്ക് ശാന്തി കൊടുക്കാം. അവളുടെ ആത്മാവിന് സമാധാനം കിട്ടിയിട്ടില്ല എന്നല്ലേ നീ കരുതുന്നേ? പകരം വീട്ടിയാലല്ലേ തൃപ്തി കിട്ടൂ. ലീനയുടെ ആത്മാവിന് പൂർണ്ണ മോക്ഷം കൊടുക്കാം, അധികം വൈകാതെ തന്നെ. പ്രഭേ, സിദ്ധാർത്ഥൻ പറഞ്ഞ വാക്ക് മറക്കരുത്. നിന്നെ അവസാനിപ്പിക്കുമ്പോ ഞാനത് തിരിച്ചു ചോദിക്കും. നിന്റെ മുന്നിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ആത്മാവിനോടെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കും. തീയതി എണ്ണപ്പെട്ടു. ഞാനിവിടെ കലണ്ടറിൽ ആ ദിവസം വെട്ടിക്കഴിഞ്ഞു. ദേവി, എന്തായത്? സമയത്രായി കിടക്കുന്നില്ലേ? എന്താ ഒരു ആലോചന? ആരെ പറ്റിയാ? രാധാമണിയമ്മയെ പറ്റി ചിന്തിക്കായിരുന്നു. അവരെ ദൈവമായിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അതിനായിട്ടായിരിക്കും അങ്ങനെ ഒരു അപകടം തന്നെ ഉണ്ടായത്. പാവം, ആരാ എന്താന്നുള്ളതൊന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല നന്ദു. ഇപ്പോഴും അവരുടെ മുഖം തന്നെയാ മനസ്സില്. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നീ പറഞ്ഞാ മതി. അച്ഛനായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് അവരെ സഹായിക്കാം. ആണോ? താങ്ക് യു നന്ദു. എനിക്ക് അവരോട് സഹതാപം തന്നെയാ. പക്ഷേ പാവപ്പെട്ട ഒരു സ്ത്രീയോട് ഇത്രയും കരുണ കാണിക്കുന്ന നിന്നോട് എനിക്കിപ്പോ കൂടുതൽ സ്നേഹം തോന്നുന്നേ. ഞങ്ങളും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ വീടൊന്നും നോക്കാതിരിക്കുമ്പോ ചില ദിവസം പട്ടിണി തന്നെ ആയിട്ടുണ്ട്. നല്ല ആഹാരത്തിനും നല്ല വസ്ത്രത്തിനും ഒക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഞങ്ങളെ വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും മറക്കാൻ പറ്റില്ല. സത്യത്തിൽ ഈ രാധാമണിയമ്മയെ കാണുമ്പോ ഞങ്ങളുടെ അന്നത്തെ കുടുംബത്തിലെ ഒരംഗമായിട്ട് തോന്നിപ്പോവാ. എന്താടോ? അവരുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു കഴിഞ്ഞാ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പറ്റുമെങ്കിൽ ഒരു കൊച്ചു വീട് വെച്ചു കൊടുക്കണം. വിഷമിക്കണ്ട, നമുക്കെല്ലാം ചെയ്യാം. നീ പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെയുണ്ട്. ഇപ്പൊ പോയി കിടന്നുറങ്ങാം. MLAക്ക് നാളെ ജോലിയുള്ളതല്ലേ? വാ, വന്നേ, വാ. സിദ്ധു,
എന്താ സിദ്ധു, എന്തു പറ്റി? പുറത്തെന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. എന്ത് ശബ്ദം? സിദ്ധുവിന് തോന്നിയതായിരിക്കും. സിദ്ധു, അതെ, തോന്നിയതായിരിക്കും. വാ വന്ന് കിടക്ക്. എന്താ സിദ്ധു? ഏയ് ഒന്നുമില്ല, വെറുതെ. എന്നാ കിടന്നുറങ്ങ്. ഡോറടച്ചേക്ക് സിദ്ധു. ഹലോ രാധാമണി. ആ മാഡം, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ കൃത്യമായിട്ട് നടന്നു അല്ലേ? അതെ മാഡം. എങ്ങനെയാണോ ഈ കുടുംബത്തെ കയറിപ്പറ്റാൻ മാഡം ഉദ്ദേശിച്ചത് അത് തന്നെ നടന്നു. ഇതുവരെയുള്ളത് കൃത്യമായിട്ട് നടന്ന സ്ഥിതിക്ക് ഇനിയുള്ള പ്രധാനപ്പെട്ട ഭാഗവും അങ്ങനെ തന്നെ നടക്കില്ലേ? ഉറപ്പായിട്ടും മാഡം. വീട്ടുകാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, സ്വന്തം അമ്മയെ പോലെയാ ഇവിടെ ഉള്ളവരെ എന്നെ കരുതുന്നേ. ജീവിതത്തിൽ ഇതുപോലൊരു പരിചരണവും കരുതലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മാഡത്തെ എതിർത്ത ആ പ്രഭാവതിയില്ലേ, അവർക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എന്റെ കുടുംബത്തിൽ ഞാനൊരു പുഴുവിനെ പോലെയാ കഴിഞ്ഞിരുന്നേ. ഇവിടെ വന്നപ്പോഴാ ഞാനൊരു മനുഷ്യജന്മമാണെന്ന് മനസ്സിലാക്കുന്നേ. അത് ശരി. ചന്ദ്രോത്തുകാരുടെ മഹാത്മ്യം വിളമ്പാനാണോ നീ എന്നെ വിളിച്ചത്? അയ്യോ അല്ല മാഡം, MLA മോളുടെ സ്നേഹം കണ്ടപ്പോ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ജോലിയിൽ വെള്ളം ചേർക്കുന്ന ആളല്ല രാധാമണി. കൊല്ലാൻ വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യും. അതിലേ ദയയും ദാക്ഷിണ്യം ഒന്നുമില്ല. എനിക്ക് ചെയ്തു തന്ന പുണ്യങ്ങളും നോക്കില്ല. അതൊന്നും മാഡം പേടിക്കണ്ട. അത് മതി. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ജോലി പൂർത്തിയായിട്ട് കഴിയുമ്പോ ബാക്കി പണവും കൃത്യമായിട്ട് കിട്ടും. ശരി മാഡം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ശരി.
അങ്ങനെയല്ല അമൃതേ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യില്ലേ? കുഞ്ഞമ്മ പറഞ്ഞതുകൊണ്ടാ നോക്കാന്ന് പറഞ്ഞേ. ആ ശരി. ശ്ശോ, എന്തൊരു കഷ്ടോ. എന്താ അമ്മേ, ആരാ വിളിച്ചേ? ഞാൻ ആകെ പെട്ടു. അത് പറഞ്ഞാ മതിയല്ലോ. എന്താ? ആ സാവിത്രി കുഞ്ഞമ്മയുടെ മോളെ വിളിച്ചേ. ഇതിപ്പോ 3ാമത്തെ തവണയാ വിളിക്കുന്നേ. ഏത് സാവിത്രി കുഞ്ഞമ്മ? ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ, സാവിത്രി കുഞ്ഞമ്മയുടെ മകൾ അമൃതയുടെ ഒരു പേപ്പർ നീക്കുന്ന കാര്യം, സ്ഥലമാറ്റത്തിന്റെ. ഓ അതാണോ? സത്യം പറഞ്ഞ ഞാനതങ്ങ് മറന്നുപോയി. അമ്മ അതിന്റെ പേപ്പർ എടുത്തു വയ്ക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോയി ദേവികയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരാം. അല്ല മോളെ, ഗിരിക്ക് ഇന്നലെ തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ തന്നെ അവൻ പറഞ്ഞല്ലോ വേണ്ടാന്ന്. എന്റെ അമ്മ പേപ്പറിങ് എടുക്കുന്നുണ്ടോ? ഗിരിയോട് പറയാതിരുന്നാ പോരെ? അല്ല മോളെ, എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അവളെ MLA ആക്കിയതേ ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടാ. ഒരു പേപ്പർ നീക്കാന്ന് വെച്ചാ വലിയ അഴിമതിയൊന്നും അല്ലല്ലോ. കൈക്കൂലിക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, ബന്ധുക്കൾക്കൊരു സഹായം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കൊരു മതിപ്പ് കിട്ടും. അതൊക്കെ ശരിയാ. മരുമകളുടെ നാത്തൂന് MLA ആയെന്ന് അറിഞ്ഞപ്പോ തന്നെ ബന്ധുക്കളുടെ ഇടയിൽ എനിക്കൊരു പ്രത്യേക സ്ഥാനോ. അതെങ്ങനെയാ? അല്ല മോളെ, ഇനി ഇത് ദേവികയ്ക്ക് ഇഷ്ടപ്പെടുവോ? 100% ഇഷ്ടപ്പെട്ട് ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റോ? ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ദേവിക ചെയ്തു തരണം. അത് അവളുടെ കടമയാ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? കൊന്നാലും ശരി ദേവികയെ ചന്ദ്രോത്ത് കേറ്റില്ലെന്ന് അമ്മ ഒറ്റ പിടിയിൽ നിൽക്കുമ്പോ അവളെ നിലവിളക്ക് കൊളുത്തി വീട്ടിൽ കയറ്റിയത് ഞാനാ. ദേവികയ്ക്കല്ല, ചീത്ത കിട്ടിയത് മുഴുവൻ എനിക്കാ. ആ ഒരു നന്ദി അവൾക്ക് ഇല്ലാതിരിക്കോ? അമ്മ ചെന്നാ പേപ്പറിങ് എടുക്ക്. എന്നിട്ട് അമൃതയെ വിളിച്ചു പറ ബാഗൊക്കെ റെഡിയാക്കി വെക്കാൻ. നീ ഇങ്ങനെ പറയുമ്പോ എനിക്കൊരു ധൈര്യം കിട്ടുന്നു. അമ്മ ചെന്ന് എടുത്തിട്ട് വാ, ഞാനത് സാധിച്ചു തന്നിരിക്കും. എന്താടാ, ഭാര്യയുടെ ഔദ്യോഗിക വാഹനം പരിശോധിക്കണോ? പരിശോധിച്ചല്ല, ഒരു സന്തോഷം. കഴിഞ്ഞ 3 വർഷത്തെ അച്ഛന്റെ ഔദ്യോഗിക വാഹനം ഇനി മുതൽ ദേവിക്ക് സ്വന്തം. അച്ഛന് സന്തോഷമല്ലേ? അടുത്ത തിരഞ്ഞെടുപ്പിലും ദേവിക MLA ആക്കണം. മന്ത്രിയാകേണ്ട ആളാ ദേവിക. എന്റെ പൊന്നച്ഛ, ഇനിയില്ല. ഇതിപ്പോ എന്തോ അടവ് നയമോ മറ്റോ ആയതുകൊണ്ടാ ദേവി മത്സരിച്ചത്. ഇനി മതി, ഞങ്ങൾക്കും ജീവിക്കണ്ടേ. ഇനിയുള്ള കാലം മത്സരവും ജയവും മന്ത്രിസ്ഥാനവും ഒക്കെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് സ്വന്തം. അതെ, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഭാര്യയും ഭർത്താവാദം അനുസരിച്ചാ മതി. ഓ, ഒരു MLAയുടെ ഭർത്താവ് വന്നിരിക്കുന്നു. ഇവിടെ മതി. എത്രയായി? 100. ചേച്ചി വന്ന സമയം കൊള്ളാം. ദേവി ആദ്യമായിട്ട് ഔദ്യോഗിക വാഹനത്തിൽ യാത്ര തുടങ്ങുക. ആജീവനാന്ത അല്ലല്ലോ, 2 വർഷം. അത് കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കണ്ടേ? അങ്ങനെയൊന്നും പറയാതെടി. ഞാൻ തമാശ പറഞ്ഞാച്ചാ. അമ്മയായിരുന്നു ഇതിൽ പോകേണ്ടിയിരുന്ന. ആ, പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചത് ദേവി പോണോന്നാ. ദേവിക്ക് മുകളിലുണ്ടല്ലോ അല്ലേ? ഞാനൊന്ന് കാണട്ടെ. ഉണ്ട്. ദേവിയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ? ആ, ഒന്ന് കണ്ടേക്കാം. അമ്മ തോറ്റേന് ദേവിയോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. അതൊക്കെ മാറിക്കോളും. ആ അതെ, ഞാൻ 10:30 ഓഫീസിലുണ്ടാവും. നാളെ തന്നെ ലിസ്റ്റ് കൊടുക്കേണ്ടി വരുമെന്നാ പറഞ്ഞേ. ആ, ഞാൻ വെരിഫൈ ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ആ, ലിസ്റ്റ് മുഴുവനായിട്ടില്ല. ആ ശരി. ആ ചേച്ചി. ദേവിക്ക് ഒരു ചെറിയ കാര്യം പറയാനാ വന്നേ. എന്താ ചേച്ചി? ഒരു ട്രാൻസ്ഫറിന്റെ കാര്യ. നീ അതൊന്ന് നടത്തി തരണം. ട്രാൻസ്ഫറോ? ആ, അവിടെ ഗിരിയേട്ടന്റെ അമ്മയുടെ ഒരു അടുത്ത ബന്ധു, ഒരു സാവിത്രി കുഞ്ഞമ്മയുണ്ട്. ആന്റിയുടെ മോള് അമൃത അവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാ. അതിന്റെ ഒരു ട്രാൻസ്ഫർ. ആ, ഒക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. അവിടെ ഡയറക്ടറേറ്റിൽ നിന്നൊരു പേപ്പർ നീങ്ങണം. എന്തോ സാങ്കേതിക തടസ്സം എന്നാ പറയുന്നത്. സകല വിവരം ഇതിലുണ്ട്. നീ ഒന്ന് വിളിച്ചു പറഞ്ഞ് ആ പേപ്പർ ഒന്ന് നീക്കണം.
ചേച്ചി എന്തായി പറയുന്നേ? ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് കുറച്ചു ദിവസമല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് കാര്യങ്ങളൊക്കെ ശരിക്ക് പിടികിട്ടി തുടങ്ങിയിട്ട് കൂടിയില്ല. നിനക്ക് വിളിച്ചു പറയാൻ മടിയാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും MLA പറഞ്ഞാൽ മതി, അവര് സാധിച്ചു തരും. വേറെ മലമറിക്കുന്ന ആനക്കാര്യൊന്നും അല്ല, ഒരു പേപ്പർ ഒന്ന് നീക്കണം. ചേച്ചി പറയുന്ന കേട്ടാ അവിടെ ചെന്നൊരു പേപ്പർ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതിയെന്ന് തോന്നുമല്ലോ. ഒരു കാര്യം ചെയ്, അച്ഛനോട് പറ. അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ഈസി ആയിട്ട് നടക്കും. അച്ഛനോട് പറഞ്ഞ കാര്യം സാധിക്കാൻ നിന്റെ ശുപാർശ വേണ്ട ചേച്ചി. ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സാധിച്ചു തരാൻ പറ്റോ ഇല്ലയോ? ചേച്ചി എന്നെ ബുദ്ധിമുട്ടിലാക്കല്ലേ പ്ലീസ്. ഇതിനാ പറയുന്നേ അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിലും കൊട പിടിക്കുന്നു. നിന്നെ അല്ല, നിന്റെ അടുത്ത് വന്ന് എന്നെ വേണം പറയാൻ. ഒരു MLA വന്നിരിക്കുന്നു. നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നേ? ചായ എടുക്കണോ? എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ. എന്താ മോളെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ആകാശത്തിന്ന് പൊട്ടി വീണൊരു MLA ഉണ്ടല്ലോ ഇവിടെ, നേരിട്ടൊന്ന് കാണാൻ വന്നതാ. സന്തോഷമായി. ഇതെന്താ കവറില്? ജയിച്ച MLAക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യം തോറ്റ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോറി അമ്മ. അമ്മ പറഞ്ഞല്ല, വിഷമം കൊണ്ടാ. എന്താടി നിനക്ക്? ഒന്നുമില്ല, ഞാൻ പോവാ. മാഡം പേടിക്കണ്ട, ഇവിടെ ഒക്കെ ഇനി എന്റെ കയ്യില. ആദ്യം ആരെ തീർക്കണമെന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇന്നത്തോടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാവും. ഇവിടുത്തെ കാര്യങ്ങൾ തീർത്താ നേരെ സേലത്തേക്ക് പോകും. ഹലോ, ഞാൻ ഓഫീസിലേക്ക് പോകുന്നതേ ഉള്ളൂ സർ. ശരി. രാധാമണിയമ്മേ, അയ്യോ മോളെ എഴുന്നേക്കണ്ട, കിടന്നോളൂ. നാട് ഭരിക്കുന്ന ആളല്ലേ, വരുമ്പോ എണീക്കണം. ക്ഷീണമൊക്കെ എങ്ങനെയുണ്ട്? മോളെ പോലെ ഒരാൾ അടുത്തുള്ളപ്പോ എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ആ, അത് കൊള്ളാലോ. ഞാൻ ഇറങ്ങാം. ഐശ്വര്യമായിട്ട് പോയിട്ട് വാ. ഇവിടെ അമ്മയുണ്ടാവും, എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. സ്വന്തം വീടായിട്ട് കരുതിയാ മതി. ഭക്ഷണം എന്താ ആവശ്യമെന്ന് വെച്ചാ പറഞ്ഞാ മതി, അത് റെഡിയാക്കും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെന്നെ വിഷമിപ്പിക്കാതെ. ശരി ശരി. അല്ല, വൈകിട്ട് വരുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങണോ? അതെന്തിനാ? എണ്ണയോ കുഴമ്പോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട മോളെ, ഏതു വേണോന്ന് ചോദിക്കുമ്പോഴാ എനിക്ക് വിഷമം തോന്നുന്നേ. എന്നാ വിഷമിക്കണ്ട, പോരെ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങാം. ആ അതെ, മോൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശരി. സിദ്ധു, രജനി എന്തിനാ വന്നേ? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നല്ല വിഷമത്തിലാ പോയത്. എന്നോടും കാര്യമൊന്നും പറഞ്ഞില്ല. ദേവിയെ കാണണമെന്ന് പറഞ്ഞു. അധികം വൈകാതെ ഇറങ്ങുകയും ചെയ്തല്ലോ. പോകുമ്പോൾ ബായ് അച്ഛാന്നും പറഞ്ഞു. ദേവിക്ക് MLA അതിന്റെ ചില ദേഷ്യങ്ങൾ കാണും. അമ്മയെ തോൽപ്പിച്ച മരുമകളല്ലേ. ഏയ്, ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെന്നേ. എന്താന്നറിയില്ല, ദേവികയെ കണ്ടിട്ട് ഇറങ്ങിയപ്പോ മുതല് നല്ല ദേഷ്യത്തിലായിരുന്നു. ആ, അതെന്തെങ്കിലും ആവട്ടെ. ദേവിയുടെ ഒന്നും ചോദിക്കാനൊന്നും പോണ്ട. അമ്മേ, ഔദ്യോഗിക വാഹനത്തിലെ ആദ്യത്തെ യാത്രയാ. സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇന്ന് MLA ബോർഡ് വെച്ച വണ്ടിയാണെങ്കിൽ നാളെ മന്ത്രിയുടെ ബോർഡ് വെച്ച വണ്ടിയിൽ പോവും, ഉറപ്പാ.